നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ കുട്ടികളെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റും. സോ ഇതിന്റെ ക്ലാസ് 1 ആണ്. അപ്പം ഈ വീഡിയോയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോഴേ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ സിമ്പിൾ അതായത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയ ഇംഗ്ലീഷൊന്നും അല്ല, എന്നാൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സെന്റൻസസ് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കാം. അപ്പം ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് സെന്റൻസസ് മാത്രമല്ല, ഇതിലിപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന്. അപ്പം അതും കൂടിയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനും കാണാം. സോ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് മേ ഐ കം ഇൻ. സോ മേ ഐ കം ഇൻ എന്ന് പറഞ്ഞാൽ മിക്കവർക്കും അറിയാമായിരിക്കും, ചിലർക്ക് ഇതിൻ്റെ മീനിങ് അറിയാത്തുണ്ടാവില്ല, പക്ഷേ മിക്കവർക്കും അറിയാം. മേ ഐ കം ഇൻ എന്ന് വെച്ചാൽ ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്നാണ് പറയുന്നത്. വന്നോട്ടെ, ഉള്ളിലേക്ക് വന്നോട്ടെ എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ ഈ ഒരു സെന്റൻസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലാസ് റൂമുകളിലാണ്. അതായത് ക്ലാസിൻ്റെ ഉള്ളിലേക്ക് കയറിക്കോട്ടെ എന്ന് ടീച്ചറിനോട് അനുവാദം ചോദിക്കുമ്പോഴാണ് നമ്മൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ സെന്റൻസസ് കുട്ടികളെ വെറുതെ മേ ഐ കമിൻ മേ ഐ കമിൻ മേ ഐ കമിൻ എന്ന് പറഞ്ഞ് കാണാപ്പാഠം പഠിപ്പിക്കരുത്. അപ്പോൾ അവർ ഇംഗ്ലീഷിനെ വെറുക്കും, അവരത് ഇഷ്ടപ്പെട്ട് പഠിക്കില്ല. പിന്നെ എങ്ങനെ നമുക്ക് പഠിപ്പിക്കാം? നമ്മൾ തന്നെ കുട്ടി ഒരു റൂമിനകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ റൂമിൻ്റെ പുറത്താണെങ്കിൽ അകത്ത് കയറുന്നതിന് മുന്നേ മേ ഐ കമിൻ എന്ന് ചോദിക്കണം. അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ വീട്ടിൽ പറയണം മേ ഐ കമിൻ, അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം നമ്മളൊരു റൂമിൻ്റെ ഉള്ളിലോട്ട് വരാനായിട്ട് പെർമിഷൻ ചോദിക്കുമ്പോഴാണ് മേ ഐ കം എന്ന് യൂസ് ചെയ്യുന്നത്. ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ. കം എന്ന് പറഞ്ഞാൽ എന്താ? വരുക. ഇനി ഇന്നെന്ന് പറഞ്ഞാലോ, നമ്മൾ ഇൻസൈഡ് എന്നുള്ളതിന് പകരം അകത്തേക്ക് അല്ലെങ്കിൽ അകത്ത്, ഇൻസൈഡ് എന്നുള്ളതിന് ചുരുക്കിയാണ് നമ്മൾ ഇന്നാക്കിയിരിക്കുന്നത്. സോ മേ എന്താ? നമ്മൾ മേ എന്ന് പറയുന്ന വാക്ക് ഒരു കാര്യത്തിന് അനുവാദം ചോദിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കാണ്. അനുവാദം. ഓക്കെ, അനുവാദത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പോൾ പറയണം ഒരു അനുവാദം ചോദിക്കാൻ വേണ്ടി പെർമിഷൻ എന്ന് പറയും നമ്മൾ. പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അകത്തോട്ട് കയറിക്കോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കുകയാണ്. അപ്പോൾ അവരോട് നമ്മൾ പെർമിഷൻ ചോദിക്കുക ഫസ്റ്റ്. മേ ഐ കം ഇൻ. അവർ ഏതെങ്കിലും റൂമിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബെഡ്റൂമിലിരിക്കുമ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ മേ ഐ കം ഇൻ അവരോട് പെർമിഷൻ ചോദിക്കാം. സോ ഇത് അവർക്ക് നോർമലാക്കുക, അവരെ പഠിപ്പിക്കരുത്. നമ്മൾ സംസാരിച്ച് ഇത് അവർക്കൊരു ശീലമാക്കുക, അതൊരു ഹാബിറ്റ് ആക്കുക. അങ്ങനെ ഹാബിറ്റ് ആക്കിയാൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, അവരിത് പറയാൻ തുടങ്ങും. ഇപ്പോൾ സ്കൂളിലൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിപ്പിക്കാതെ നമ്മുടെ മക്കൾ എന്ത് പറയും? മേ ഐ കം ഇൻ എന്ന് പറയും. അടുത്തത് ഐ അണ്ടർസ്റ്റാൻഡ്. സോ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. സോ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എന്നുള്ളതിന് വരെ എനിക്കാണ് കേട്ടോ കുറച്ചുകൂടി കറക്റ്റ്. എനിക്ക് മനസ്സിലാകുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല. സോ ഇതെന്താണ്? പ്രത്യേകിച്ച് നമ്മൾ ക്ലാസ് റൂമിൽ ഇപ്പം ടീച്ചേഴ്സ് ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാറില്ലേ മനസ്സിലാകുന്നില്ലേ എന്ന്? അതുപോലെ ടീച്ചേഴ്സും ചോദിക്കും. അപ്പോൾ അതിന് നമുക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്. അവർക്കൊരു കാര്യം മനസ്സിലായില്ല എങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ടും എനിക്ക് മനസ്സിലാകുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാകുന്നു. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാകുന്നില്ല. സോ ഇത് അവർ പഠിക്കണമെങ്കിൽ അവരോട് നമ്മൾ ചോദ്യം ചോദിക്കണം. എന്താ? മനസ്സിലാകുന്നുണ്ടോ? ആ ചോദ്യം ഡു യു, ഇവിടെ ശ്രദ്ധിച്ച് നോക്കണം, ഡു യു അണ്ടർസ്റ്റാൻഡ്, അതാണ് നമ്മുടെ ചോദ്യം. ഡു യു അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാൽ എന്താ? നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക. അപ്പോഴേ ഇവർക്ക് ക്യൂരിയോസിറ്റി, കുട്ടികൾ എന്ന് പറയുന്നത് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അതായത് ചൂടുള്ള പാത്രത്തിൽ പോയി കൈയിടുക, ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ ഓടിപ്പോയി ചെയ്യുക. ഇതൊക്കെ കുട്ടികളുടെ ഒരു നേച്ചറാണ്. അവരെപ്പോഴും ക്യൂരിയസ് ആണ്. നമ്മളെപ്പോലല്ല, നമ്മൾക്ക് ജീവിതം അടുത്തിട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് ക്യൂരിയോസിറ്റി ഇല്ല. പക്ഷെ കുട്ടികൾക്ക് അങ്ങനെയല്ല, അവർക്കെല്ലാം ക്യൂരിയസ് ആണ്. പാറ്റയെ പോയി പിടിക്കും, അതിൻ്റെ വാല് മുറിച്ച് കളയും. അപ്പം ആ ക്യൂരിയോസിറ്റീനെ വേണം നമ്മൾ മുതലെടുക്കാൻ. അപ്പം നമ്മൾ അവരോട് ഇത് ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ക്യൂരിയസ് ആകും. അവർ നമ്മളെ മിമിക് ചെയ്യാൻ തുടങ്ങും. ഇതെന്തോ സംഭവമാണ്. അപ്പം അവർ നമ്മളെ മിമിക് ചെയ്ത് നമ്മളെ അനുകരിച്ച് ഇതൊക്കെ പറയാൻ തുടങ്ങും. അപ്പം നമ്മൾ അവരോട് ചോദിക്കും ഡു യു അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കും ഇതെന്താണ്. അപ്പം നമ്മൾ പറയുന്നത് മോന് മനസ്സിലാവുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ് എന്ന് അറിയാൻ മനസ്സിലാവുന്നുണ്ട്. അതിനെങ്ങനെ മറുപടി പറയും? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം
ഐ അണ്ടർസ്റ്റാൻഡ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, ഡു യു അണ്ടർസ്റ്റാൻഡ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക അവരുടെ അടുത്ത്. എന്തെങ്കിലും ഗെയിംസ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും TV കാണുമ്പോൾ ഈ പറഞ്ഞത് ഡു യു അണ്ടർസ്റ്റാൻഡ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക. അപ്പോൾ അവർ പറയും ഐ അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. സോ അവർക്കിതൊരു ഹാബിറ്റായിട്ട് മാറും. പഠിക്കുകയാണെന്ന് അവർക്ക് തന്നെ തോന്നില്ല. ഇനി ക്യാൻ യു റിപ്പീറ്റ്, ഇതെന്താ? വീണ്ടും പറയുമോ അല്ലെങ്കിൽ ഒന്നുകൂടി പറയുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ ക്യാൻ യു റിപ്പീറ്റ് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. ഇതും എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? ടീച്ചേഴ്സിൻ്റെ അടുത്താണ് യൂസ് ചെയ്യുക കൂടുതലും. അതായത് ടീച്ചർ ഒരു കാര്യം പറയും, അത് മനസ്സിലായില്ലെങ്കിൽ ക്യാൻ യു റിപ്പീറ്റ് എന്ന് ചോദിക്കുക. അപ്പം നമ്മളിതെങ്ങനെ നമ്മുടെ മക്കളെ പഠിപ്പിക്കും? അവരൊരു കാര്യം പറയുമ്പോൾ അതൊന്നുകൂടി പറയാനായിട്ട് അവരോട് പറയാം. അതായത് ക്യാൻ യു റിപ്പീറ്റ് എന്ന് ചോദിക്കുക. അപ്പം അവർ ചോദിക്കും എന്ന് വെച്ചാൽ അപ്പം നമ്മൾ പറഞ്ഞു തരണം, ഒന്നുകൂടി പറയുമോ എന്നാണ് ചോദിക്കുന്നതെന്ന് അവരോട് പറയണം. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് അവരോട് ചോദിക്കുക. അപ്പം അവരെന്ത് ചെയ്യും? നിങ്ങൾ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവർ നിങ്ങളോട് ചോദിക്കും ക്യാൻ യു റിപ്പീറ്റ് എന്ന്. അപ്പോഴാണ് അവരത് പഠിക്കുന്നത്. ഇനി അടുത്ത് ഐ വോണ്ട് ടു ഗോ, ഐ വോണ്ട് ടു ഗോ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ. സോ ഐ വോണ്ട്, ഐ ഡോണ്ട് വാണ്ട്, ഇതിന്റെ വ്യത്യാസം എന്താ? ഐ വാണ്ട് എന്ന് വെച്ചാൽ വേണം, ഐ ഡോണ്ട് വാണ്ട് എന്ന് വെച്ചാൽ വേണ്ട. ഓക്കെ, വേണം വേണ്ട അതാണ് അർത്ഥം. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കുട്ടിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഐ വാണ്ട് വെച്ചിട്ടാണ് പറയേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഐസ്ക്രീം വേണമെങ്കിൽ എന്ത് പറയും? ഐ വാണ്ട് ഐസ്ക്രീം എന്ന് പറയും. ചോക്ലേറ്റ് വേണമെങ്കിൽ ഐ വാണ്ട് ചോക്ലേറ്റ് എന്ന് പറയും. അപ്പം അത് പഠിപ്പിക്കുക. എങ്ങനെ പഠിപ്പിക്കുക? നിങ്ങൾ അവരുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞൊരു പേന വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുഞ്ഞിനോട് പറയാം ഐ വാണ്ട് ദ പെൻ എന്ന് പറയാം. അപ്പം അവരിങ്ങനെ നോക്കി അവർ ക്യൂരിയസ് ആകും, എന്താ അമ്മ ഈ പറയുന്നത് അല്ലെങ്കിൽ എന്താ അച്ഛനീ പറയുന്നത്. അപ്പം അവർ ക്യൂരിയസ് ആകും. അപ്പോൾ നമ്മൾ അവരോട് പറയും ഇങ്ങനെയാണ് അർത്ഥം. ഇടയ്ക്കിടയ്ക്ക് അത് യൂസ് ചെയ്യുക. അപ്പോൾ കുട്ടി നിങ്ങളുടെ അടുത്ത് അത് പറയും ഐ വാണ്ട് പെൻസിൽ, ഐ വാണ്ട് സ്കൂൾ ബാഗ്, ഐ വാണ്ട് നോട്ട്ബുക്ക്, ഐ വാണ്ട് ചോക്ലേറ്റ്, അങ്ങനെ അവർ പറയും. സോ ഐ വാണ്ട് വേണം, എന്തെങ്കിലും വേണം എന്ന് പറയാനായിട്ട് ഐ വാണ്ട് എന്ന് പറയാം. എന്തെങ്കിലും വേണ്ട എന്ന് പറയാനായിട്ട് ഐ ഡോണ്ട് വാണ്ട് എന്ന് പറയാം. ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കുട്ടികളോട് പറയുക, പഠിപ്പിക്കാൻ നോക്കരുത്. പിന്നെ കുട്ടിയെ തെറ്റായിട്ട് പറയുമ്പോൾ കുട്ടീനെ വഴക്ക് പറയുക, അടിക്കുക, ഇതൊക്കെ പഴയ ടീച്ചിങ് മെത്തേഡാണ്. അത് വർക്കൗട്ട് ചെയ്തില്ല എന്ന് നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അങ്ങനെ അടിച്ച് വഴക്ക് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മളെല്ലാവരും കളക്ടർ ആയനെ. അപ്പം അങ്ങനെ എന്തായാലും നടക്കില്ല, അത് നമുക്കറിയാം. ടീച്ചിങ് മെത്തേഡ് തെറ്റാണ്, അത് തന്നെ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. അവർ ഇംഗ്ലീഷിനെ വെറുത്തു പോകും. അവരിഷ്ടപ്പെടണം. എങ്ങനെ ഇഷ്ടപ്പെടണ്ടേ? ഒരു 5, 6, 7 വയസ്സ് വരെ കുട്ടികൾ എപ്പോഴും പേരൻസിനെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളിത് പറയുമ്പോൾ ഇതെന്തോ സംഭവമാണ്, ഇത് നല്ലതാണ് എന്ന് കരുതിയിട്ട് നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളെ പോലെ ആകാൻ വേണ്ടിയിട്ടും അവരെന്ത് ചെയ്യും? അവരിത് റിപ്പീറ്റ് ചെയ്യും നിങ്ങളുടെ കൂടെ. അങ്ങനെ വേണം നമ്മൾ അവരെ പഠിപ്പിക്കാനായിട്ട്. സോ ഇതാണ്, ഈ സെൻറ്റൻസസ് ആണ് ഇന്ന് നിങ്ങളുടെ കുട്ടികളെ ഒന്ന് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ, അതിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 10 ദിവസമൊക്കെ എടുക്കുമായിരിക്കും ഒരു സെൻറ്റൻസ് ഒക്കെ അവർ നിങ്ങളോട് ഇംഗ്ലീഷിൽ ഇത് പറയാനായിട്ടൊരു 10 ദിവസം എടുക്കും. പക്ഷേ 10 ദിവസം നമ്മൾ അത് അവർക്ക് മനസ്സിൽ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഈസി ആയിട്ട് പഠിക്കുക. അവർക്ക് ഇംഗ്ലീഷ് ഒരു ബുദ്ധിമുട്ടുള്ള ഭാഷയായിട്ട് മാറില്ല. നമ്മൾ അനുഭവിച്ചതുപോലെ ആ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യില്ല. സോ ഇംഗ്ലീഷ് നമ്മളുടെ കുട്ടികൾ ഭാവിയിൽ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അവർക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവാൻ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ അങ്ങനെ നിങ്ങളുടെ കുട്ടികളെ ബോറടിപ്പിക്കാതെ, അവർക്ക് മടുക്കാതെ, ഇംഗ്ലീഷിനെ വെറുക്കാതെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കോഴ്സസ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കൂടുതലും ഫൺ ആക്ടിവിറ്റീസും ഗെയിംസും കഥകളും ഒക്കെയാണ് ഉള്ളത്. അപ്പം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സിനെ വെച്ചിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ കളിപ്പിച്ചിട്ടാണ് ഇംഗ്ലീഷ് മെത്തേഡിൽ ഞങ്ങൾ കുട്ടികളെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ കുട്ടികൾക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളൊരു കോഴ്സ് ആണോ എന്ന് നോക്കുക. ഒരു ഡെമോ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക, കുട്ടിക്ക് പറ്റുന്നുണ്ടോ, ഗെയിംസ് ഒക്കെ ഓക്കെ ആണോ എന്ന് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഈ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യുക. കുട്ടികളെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാം, അതുപോലെ തന്നെ അറ്റൻഷൻ സ്പാൻ കുറവായിട്ടുള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് അല്ലാതെ അവരുടെ അറ്റൻഷൻ സ്പാൻ കൂട്ടാം, അങ്ങനത്തെ പല വീഡിയോസ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിർബന്ധമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും നിങ്ങൾക്കിപ്പം ടീച്ചേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക, അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും.
അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന പെർട്ടിക്കുലർ കാര്യത്തിന് വീഡിയോ വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ signing off from English Mitra. Thank you and have a wonderful day. English Mitra. Stop worrying, start learning.